ഹായ് ഹലോ എല്ലാവർക്കും 54ാമത്തെ ദിവസത്തെ ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ കുണുവാവ തരംഗമാണ് ബിഗ് ബോസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുണുവാവ അടി, കുണുവാവ പിണക്കം, കുണുവാവ ഇണക്കം, കുണുവാവ സന്തോഷം എന്നൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ കുണുവാവ എന്ന് പറയുന്നത് ആദിലയാണ്, രണ്ടാമത്തത് അനീഷ്, മൂന്നാമത്തത് നൂറ. നൂറ ഫുൾ പേഴ്സണലായിട്ട് എടുക്കുന്ന വ്യക്തിയാണ്. നൂറേനെ ഒന്ന് തുറച്ചു നോക്കിയാൽ തന്നെ നൂറ പറയും അവനാൾ ശരിയല്ല, അവൻ എന്താണ് ഇങ്ങനെ നോക്കുന്നത്, നമ്മളോട് എന്തോ വൈരാഗ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഥ മെനയാൻ തുടങ്ങും. പൊള്ളയായ മനസ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൂറയാണ്. പിന്നെ ഷാനവാസ് അനീഷിൻ്റെ കാര്യം, അവരെപ്പോൾ അടി കൂടുന്നു, അവരെപ്പം ചങ്ങാതിമാരായി നടക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്ന് പ്രധാനമായും നടന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ജയിൽ നോമിനേഷനും ക്യാപ്റ്റൻസി നോമിനേഷനും. ജയിൽ നോമിനേഷനിലേക്ക് വന്നത് അനീഷും ആദിലയാണ്. രണ്ടും വീക്ക്ലി ടാസ്കിൻ്റെ ബേസിസിലായിരുന്നു. അനീഷ് പ്രോപ്പർട്ടി വലിച്ചെറിഞ്ഞു, കുപ്പി ചവിട്ടി പൊട്ടിച്ചു എന്നുള്ള രീതിയിലാണ്. ആദില വന്നത് അനീഷിനെ തല്ലി ഒരു തെറി വിളിച്ചു എന്നുള്ള രീതിയിൽ ആദിലയും വന്നു. പിന്നെ അവരെ തമ്മിലുള്ള പ്രശ്നം, അനീഷും ആദിലയും തമ്മിലുള്ള പ്രശ്നമാണ്. അതിൻ്റെ ബേസിസിലുമാണ് എല്ലാവരും ജയിൽ നോമിനേറ്റ് ചെയ്തത്. ജയിൽ നോമിനേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അവരെ ജയിലിൽ കയറ്റി, അതും നട്ടുച്ചയ്ക്ക്. ആ ചൂട് കൊള്ളേണ്ട വന്നു. പിന്നെ കൂടാതെ ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് അവർക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല. രാത്രിയായപ്പോൾ ഒരു ജയിൽ ടാസ്കും കൊടുത്ത് അവരെ മടുപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ക്യാപ്റ്റൻസി നോമിനേഷൻ ആയിരുന്നു. ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വന്നത് ബിന്നി, അക്ബർ, ആര്യൻ എന്നിവരാണ്. ഈ വീക്കിലി ടാസ്കിൻ്റെ ബേസിലാണ് അവരെയും തിരഞ്ഞെടുത്തത്. ഇനി നമുക്ക് ഈ വീക്കിൽ പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള 3 പേരെ നമുക്ക് സെലക്ട് ചെയ്യാം. ആദ്യത്തെ ആൾ ജിഷിനാണ്. ജിഷിൻ വലിയ ഇമ്പാക്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. എല്ലാവരെയും താങ്ങി, ഷാനവാസിനെ താങ്ങി നടക്കുന്നുണ്ട്, ചിലപ്പോൾ അനീഷിനെ, ചിലപ്പോൾ അക്ബറിനെയൊക്കെ ഇങ്ങനെ താങ്ങി നടക്കുന്നുണ്ടല്ലാതെ വേറൊരു ഇമ്പാക്റ്റും പുള്ളി തരുന്നില്ല. പിന്നെ രണ്ടാമത്തെ ആൾ ലക്ഷ്മിയാണ്. ലക്ഷ്മി അത്യാവശ്യം ആക്റ്റീവ് ആയിരുന്നു ആദ്യ വീക്കിലൊക്കെ. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുമ്പം ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നൊരു സ്വഭാവമുണ്ട്, അല്ലാതെ വേറെ ഒന്നും ലക്ഷ്മി ചെയ്യുന്നില്ല. മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ജിസയിലാണ്. ജിസയിൽ ശരിക്കും പറഞ്ഞ കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ആ മേക്കപ്പ് ഇട്ട് നടക്കുക എന്നതിലുപരി വേറെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ആര്യനെ കൊണ്ട് പണിയെടുപ്പിക്കുക, ആര്യൻ്റെ വാലിൽ തൂങ്ങി നടക്കുക, ഇതൊക്കെയാണ് ജിസയിലിൻ്റെ മെയിൻ ഹോബി ആയിട്ട് വരുന്നത്. ബാക്കി നോമിനേഷൻ ഉള്ളവരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവർ 3 പേരുമാണ് ഡൗൺ ആയിട്ട് നിൽക്കുന്നത്. സോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.